നമുക്കറിയാം, നമ്മുടെ വീട്ടിലെ കൊച്ചു കുഞ്ഞുങ്ങൾ സ്വരാക്ഷരങ്ങൾ പഠിക്കുന്ന സമയത്ത് അവർ ആദ്യം തന്നെ ആ എന്നുള്ള അക്ഷരമാണ് പഠിക്കുക, അല്ലെ? അപ്പൊ ഈ ആ എന്നുള്ള അക്ഷരം അവർക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് കുറച്ചൊരു പ്രയാസമാണ്. അതായത് അവർക്ക് എഴുതാൻ ഇത്തിരി പ്രയാസം ഉണ്ടാവും കൊച്ചു കുഞ്ഞുങ്ങൾക്ക്. അപ്പൊ നമുക്ക് അവർക്ക് അതൊരു ഈസി ആയി വരാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് അവരെ കൊണ്ട് മറ്റു ചില അക്ഷരങ്ങൾ പ്രാക്ടീസ് ചെയ്യിപ്പിക്കാം. അപ്പൊ ഏതൊക്കെയാണെന്ന് നോക്കൂ. ആദ്യം നമുക്ക് അവരെ കൊണ്ട് റ എന്നുള്ള അക്ഷരം പഠിപ്പിക്കാം. ഓക്കെ, അത് കഴിഞ്ഞ് നമുക്ക് അവരെ ന എന്നുള്ള അക്ഷരവും കൂടെ പഠിപ്പിക്കാം. ഓക്കെ, ന എന്ന് എഴുതി പഠിച്ചു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് അവരെ കൊണ്ട് ര എന്ന് എഴുതിപ്പിക്കാം. ഓക്കെ, ര എഴുതി കഴിഞ്ഞാൽ അവരെ കൊണ്ട് നമുക്ക് ത എന്ന അക്ഷരം എഴുതാൻ പറയാം. ഓക്കെ, അത് കഴിഞ്ഞ് നമുക്ക് അവരോട് ദ എന്നുള്ള അക്ഷരവും പതുക്കെ എഴുതാൻ പറയും. ഇതെല്ലാം കൂടെ ഒരു ദിവസം എഴുതാൻ കഴിയില്ല കേട്ടോ. നമുക്ക് ദിവസങ്ങൾ എടുത്ത് ഓരോ ദിവസം ഓരോ ലെറ്റർ വീതം അവരെ കൊണ്ട് എഴുതിപ്പിക്കാം. അത് കഴിഞ്ഞ് നമുക്ക് ആ പഠിക്കാം. ആ പഠിക്കുന്ന കാര്യം അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ഓക്കെ, നമുക്കറിയാം, നമ്മുടെ വീട്ടിലെ കൊച്ചു കുഞ്ഞുങ്ങൾ സ്വരാക്ഷരങ്ങൾ പഠിക്കുന്ന സമയത്ത് അവർ ആദ്യം തന്നെ ആ എന്നുള്ള അക്ഷരമാണ് പഠിക്കുക, അല്ലെ? അപ്പൊ ഈ ആ എന്നുള്ള അക്ഷരം അവർക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് കുറച്ചൊരു പ്രയാസമാണ്. അതായത് അവർക്ക് എഴുതാൻ ഇത്തിരി പ്രയാസം ഉണ്ടാവും കൊച്ചു കുഞ്ഞുങ്ങൾക്ക്. അപ്പൊ നമുക്ക് അവർക്ക് അതൊരു ഈസി ആയി വരാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് അവരെ കൊണ്ട് മറ്റു ചില അക്ഷരങ്ങൾ പ്രാക്ടീസ് ചെയ്യിപ്പിക്കാം. അപ്പൊ ഏതൊക്കെയാണെന്ന് നോക്കൂ. ആദ്യം നമുക്ക് അവരെ കൊണ്ട് റ എന്നുള്ള അക്ഷരം പഠിപ്പിക്കാം. ഓക്കെ, അത് കഴിഞ്ഞ് നമുക്ക് അവരെ ന എന്നുള്ള അക്ഷരവും കൂടെ പഠിപ്പിക്കാം. ഓക്കെ, ന എന്ന് എഴുതി പഠിച്ചു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് അവരെ കൊണ്ട് ര എന്ന് എഴുതിപ്പിക്കാം. ഓക്കെ, ര എഴുതി കഴിഞ്ഞാൽ അവരെ കൊണ്ട് നമുക്ക് ത എന്ന അക്ഷരം എഴുതാൻ പറയാം. ഓക്കെ, അത് കഴിഞ്ഞ് നമുക്ക് അവരോട് ദ എന്നുള്ള അക്ഷരവും പതുക്കെ എഴുതാൻ പറയും. ഇതെല്ലാം കൂടെ ഒരു ദിവസം എഴുതാൻ കഴിയില്ല കേട്ടോ. നമുക്ക് ദിവസങ്ങൾ എടുത്ത് ഓരോ ദിവസം ഓരോ ലെറ്റർ വീതം അവരെ കൊണ്ട് എഴുതിപ്പിക്കാം. അത് കഴിഞ്ഞ് നമുക്ക് ആ പഠിക്കാം. ആ പഠിക്കുന്ന കാര്യം അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ഓക്കെ.